അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1345. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന അബ്ഗദ റിജാലി ഇലല്ലാഹ്, മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ആൾ, നിശ്ചയമായും ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, ഏറ്റവും ദേഷ്യമുള്ള വ്യക്തി അൽ അലദ്ദുൽ ഖസിം, അങ്ങേ അറ്റം തർക്കിക്കുന്നവരാണ്. തർക്കിക്കുന്ന ആളോട് വേണ്ടാത്തരങ്ങൾ പറയുക, തെമ്മാടിത്തരങ്ങൾ പറയുക, ഇത്തരം ആളുകളോട് അള്ളാഹ്ക്ക് വലിയ ഉറപ്പാണ്, അവരുടെ വലിയ കോപമാണെന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും നല്ല മയത്തിൽ സംസാരിക്കാനുമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതേ സമയത്ത് ദേഷ്യം പിടിച്ച് തമ്മാടിത്തരങ്ങൾ പറഞ്ഞു, തെറി പറഞ്ഞു, ആ രൂപത്തിൽ അങ്ങനെ തെറി പറയുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അള്ളാഹുവിന് വലിയ ഉറപ്പും ഒരു വലിയ ദേഷ്യവുമാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സ്വഭാവം നന്നാക്കണം. നാം ദേഷ്യപ്പെടരുത്, നാം തർക്കിക്കരുത്, അതുപോലെ തന്നെ തമ്മാടിത്തരങ്ങൾ പറയരുത്. ഒരു മനുഷ്യന് നാം വേണ്ടാത്തരങ്ങൾ വിളിക്കുകയോ മോശമായ പേരുകൾ വിളിച്ച് അവന്റെ മനസ്സ് വേദനിക്കുന്ന വാക്കുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യരുത്. ഇതൊക്കെ നാം വളരെയേറെ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ ഈമാനിനെ ബാധിക്കുകയും ഇതൊക്കെ നാളെ ആഖിറത്തിൽ ശിക്ഷ ലഭിക്കാൻ, അല്ലാഹുവിന്റെ കോപം ലഭിക്കാൻ ഇതൊക്കെ കാരണമാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വഭാവത്തെ നന്നാക്കി നല്ല നിലക്ക് ജനങ്ങളുമായി ഇടപഴകാനും പെരുമാറാനും നമ്മൾ പഠിക്കുകയും ശീലിക്കുകയും വേണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.